ഹായ് സ്റ്റുഡൻസ്, മാനേജീരിയൽ എക്കണോമിക്സിലെ 4th മൊഡ്യൂളിലെ ബാക്കി കണ്ടിന്യൂഷൻ പോർഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഇക്വിലിബ്രിയം ഓഫ് ഫേം ആൻഡ് ഇൻഡസ്ട്രി. ഒരു ഫേമിലെയും ഒരു ഇൻഡസ്ട്രിയിലെയും ഇക്വിലിബ്രിയം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു 3 ടേംസ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിനി വരുന്ന മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. പെർഫെക്റ്റ് കോമ്പിനേഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക്, ഇതിൻ്റെ അണ്ടറിൽ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ 3 ടേംസ് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ അത് അങ്ങോട്ട് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ്റെ സേഫസ്റ്റ് പ്ലേസ് ആണ് എന്തെന്ന് പറയണത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഡിമാൻഡുമായിട്ട് വരുമ്പോൾ, ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് കൊടുക്കാനില്ലാത്തൊരവസ്ഥ വരും. അവിടെ സപ്ലൈ ഇല്ല, പക്ഷെ ഡിമാൻഡ് ഉണ്ട്. രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ, ഒരു കസ്റ്റമർ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അന്വേഷിച്ച് വരുന്നില്ല, പക്ഷെ എന്താണ് അവിടെ സപ്ലൈ ഉണ്ട്, പക്ഷെ ആ ഒരു പ്രൊഡക്റ്റിനാണെങ്കിൽ ഡിമാൻഡ് ഇല്ല. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ സപ്ലൈ ഉണ്ട്, അതായത് അത് എത്രത്തോളം വേണം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അതിൻ്റെ മേൽ ഡിമാൻഡ് ഇല്ല. മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, പക്ഷെ അവിടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ല. അപ്പോൾ ഈ 2 സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരു ഓർഗനൈസേഷനിൽ സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് അല്ല. കാരണം കസ്റ്റമേഴ്സ് ആവശ്യം തേടി വരുമ്പോൾ അത് കൊടുക്കാനില്ലാത്തതും കൊടുക്കാനുണ്ടാകുമ്പോൾ അതിന് ആവശ്യക്കാരില്ലാത്തതും ഒരിക്കലും ഒരു കമ്പനീൻ്റെ ഇക്വിലിബ്രിയം, അതായത് ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള പൊസിഷൻ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴാണ് ഒരു കമ്പനീൻ്റെ സേഫ് പൊസിഷൻ ആവുന്നത്, അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഡിമാൻഡ് ഉണ്ടെങ്കിലും അത് കൊടുക്കാൻ സപ്ലൈ ഉണ്ടെങ്കിലും, അതായത് ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ, ഡിമാൻഡ് സപ്ലൈക്ക് തുല്യമാവണം, അപ്പോഴാണ് എന്ന് നമ്മുടെ കമ്പനിക്ക് ഇക്വിലിബ്രിയം, അതായത് ഒരു സേഫ് പൊസിഷൻ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ എന്ന് പറയുമ്പോൾ ഡിമാൻഡിൻ്റെ ആവശ്യക്കാരനുസരിച്ച് അത് കൊടുക്കാനുള്ള പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ, ഒരു ഓർഗനൈസേഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തി നിൽക്കും. അതായത് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് കൂടി കിട്ടുക എന്നാണ് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സേഫ് പ്ലേസ് ആണ്. അപ്പോൾ ഡിമാൻഡ് സപ്ലൈനോട് ഈക്വൽ ആയി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് എന്താണ് പ്രോഫിറ്റ് കൂടി കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ സേഫ് ആയിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേജിൽ എത്തി നിന്നാൽ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡ്യൂസിൻ്റെ ഔട്ട്പുട്ടിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടത്തോടെ നിർത്തിവെക്കും. അപ്പോൾ ഇതാണ് എന്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടേമാണ് ഫേം. ഇപ്പോൾ ഫേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് യൂണിറ്റ് ആണ്. അതായത് ഒരു കമ്മോഡിറ്റി മാനുഫാക്ചർ ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സിലോട്ട് സെല്ല് ചെയ്യുന്ന ഒരു ഫേമാണ് ഒരു ബിസിനസ് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഫേം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കാം. ഇപ്പോൾ 2 ഫോൺ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു ഐഫോൺ, ഇത് ഐഫോണിൻ്റെതും ഇത് സാംസങ്ങിൻ്റെയും ഫോണാണ്. ഇത് 2 ഡിഫറെൻറ്റ് ഫേംസ് ആണ്. കാരണം ഐഫോണിൻ്റെ ആൾക്കാർ ഒരിക്കലും സാംസങ് ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ കമ്പനിക്കാർ ഒരിക്കലും ഐഫോൺ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഐഫോണിൻ്റെ ഓർഗനൈസേഷന് ആ ഒരു ഐഫോൺ മാനുഫാക്ചർ ചെയ്തിട്ട് അത് ഓർഗനൈസേഷനിലോട്ട് വിൽക്കുന്നു. അതുപോലെ തന്നെ സാംസങ്ങും അവരത് മാനുഫാക്ചർ ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സിലോട്ട് വിൽക്കുന്നു. അപ്പോൾ ആ ഒരു ബിസിനസ് യൂണിറ്റ് ഒരു സിംഗിൾ ബിസിനസ്, അതായത് ഇത്തരം ഫേം എന്ന് പറയുമ്പോൾ ഒരൊറ്റ സിംഗിൾ കമ്മോഡിറ്റി ബിസിനസ് യൂണിറ്റ് ആണ് ഇവരോട് പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു സിംഗിൾ ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഫേം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടേമാണ് ഇൻഡസ്ട്രി. ഇവിടെ എന്തെന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ്, അതായത് സിമിലർ ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഒരു ഇൻഡസ്ട്രി ആണെന്ന് പറയുന്നു. അതൊരു എക്സാമ്പിൾ വെച്ച് പറയാനുണ്ടെങ്കിൽ, ഇപ്പോൾ മൊബൈലിൻ്റെ കേസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഐഫോണിൻ്റെ ഒരു മൊബൈൽ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനിൽ ഐഫോൺ എന്ന് പറയുന്ന ബ്രാൻഡ് മാത്രമേ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു ഫേമാണ്. അതിലൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ മാത്രം മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ അതൊരു ഫേമാണ്. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഓർഗനൈസേഷനാണ് പറഞ്ഞു സാംസങ്ങിൻ്റെ ബ്രാൻഡ് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരു സിംഗിൾ ഫേമാണ്. ഇവിടെ ഇത് 2ൻ്റെ യൂസ് എന്താണ്, സിമിലർ ആണ്. അതായത് ഒരു ഫീച്ചേഴ്സ് മാത്രമേ, എന്തെങ്കിലും ക്യാമറൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി ഇതിൻ്റെ യൂസിങ് ഒക്കെ സിമിലർ തന്നെയാണ്, വല്ല ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ മൊബൈൽസിൽ ഇപ്പോൾ സാംസങ്, ഐഫോണ്, നോക്കിയ, ലെനോവോ, അങ്ങനെ പല ബ്രാൻഡ്സും ഉണ്ട്, ഓപ്പോ, വിവോ, പല ബ്രാൻഡ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോ ബ്രാൻഡ്സും ഓരോ ഫേംസ് ആണ്. പക്ഷെ ഇതൊക്കെ ഒരു ഇൻഡസ്ട്രിയാണ്. കാരണം സിമിലർ യൂസുള്ള, ഇപ്പോൾ മൊബൈലിൻ്റെ കേസിൽ കുറേ ഫേംസ് ഉണ്ട്, കുറേ ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ ഇൻഡസ്ട്രി വരുമ്പോൾ ഈ
ഇതെല്ലാം ഒരൊറ്റ ഇൻഡസ്ട്രിയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ കേസിൽ പല ബ്രാൻഡുള്ള ലാപ്ടോപ്സ് ഉണ്ട്. അത് ഇപ്പോൾ വിവോൻ്റെത് ഉണ്ടാവാം, ഓപ്പോൻ്റെ ലാപ്ടോപ്പ് ഉണ്ടാവാം. ഇതൊക്കെ ഓരോരോ ഫേമാണ്. പക്ഷെ ഇതിൻ്റെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് ഇൻഡസ്ട്രി എന്ന് പറയുന്നു. എല്ലാ ഫേമും സിംഗിളാണ്. ഈ സിംഗിളായ എല്ലാ ഫേമും ഒന്നായതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രി എന്നുള്ള ടേംസ്. അപ്പോൾ ഇക്വിലിബ്രിയം, ഫേം, ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം ഓഫ് ഫേം ആൻഡ് ഇൻഡസ്ട്രി. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഇക്വിലിബ്രിയം എങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു കർവ് വരയ്ക്കുന്നു. എന്നിട്ട് ഈ ഒരു ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും ഇന്റർസെക്റ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം. നിങ്ങൾക്ക് ഈ ഡയഗ്രാമിൽ കാണാൻ പറ്റും ഈ പോയിന്റ്. അതാണ് അവിടെയാണ് എന്ത് ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്റ്റ് ചെയ്യുന്നത്, അത് കൂട്ടിമുട്ടുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓർഗനൈസേഷനിലെ ഒരു കമ്മോഡിറ്റി ഒരു ഇക്വിലിബ്രിയം പൊസിഷനിന്റെ അവിടെ നിന്ന് അത് വിൽക്കുന്ന സമയത്ത് അത് വിറ്റുകൊണ്ട് കിട്ടുന്ന ആ ഒരു പ്രൈസ് ആണ് എന്ത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അതായത് EP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൈസേഷന് ആ ഒരു പ്രൊഡക്റ്റ് കമ്മ്യൂണിറ്റി വിൽക്കുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, അതായത് EQ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഡയഗ്രാം, ഈ ഒരു കർവ് നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഡിമാൻഡിനെ കമ്മോഡിറ്റി അവിടെ സപ്ലൈ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എക്സസ് സപ്ലൈ ആണ്. അത് നമ്മൾ മേലെ ഡയഗ്രാമിൽ കാണിച്ചിട്ടുള്ളത് എക്സസ് സപ്ലൈ. മറിച്ച് സപ്ലൈനേക്കാൾ ഡിമാൻഡ് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് എക്സസ് ഡിമാൻഡ് എന്ന് കാണിക്കുന്നത്. അപ്പം ഇതാണ് എന്ത് ഒരു ഇക്വിലിബ്രിയം, ഒരു ഇൻഡസ്ട്രീൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയണത് എങ്ങനെയാണ് ഒരു ഫേമിലെ ഇക്വിലിബ്രിയം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. അതായത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവുമായിട്ട് ഈക്വലായിക്കാണ്ട് ബാലൻസ് ആയി നിൽക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂവിനെ ബിലോ, അതായത് മാർജിനൽ റവന്യൂവിൻ്റെ അടിയിൽ അതിനെ ഇന്റർസെക്റ്റ് ചെയ്തിട്ടാവണം ഇവിടെ ഇക്വിലിബ്രിയം മേക്ക് ചെയ്യേണ്ടത്. അതാണ് 2 കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ ഈ ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നമ്മൾ MR കർവ് കണ്ടോ, അതായത് ഒരു ലൈന് കണ്ടോ, അതിൽ നമ്മൾ ഈ MC കർവ് ഇന്റർസെക്റ്റ് ചെയ്ത് പോയത് നമ്മൾ കണ്ടു. 2 പോയിന്റ് ഇട്ടു, A എന്ന് പറഞ്ഞ പോയിന്റും B എന്ന് പറഞ്ഞ പോയിന്റും. ഒരിക്കലും ഒരു ഫേമിന് 2 ഇക്വിലിബ്രിയം പോയിന്റ്സ് ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ, രണ്ടാമത്തുള്ള ആ ഒരു കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യണത്. അതായത് MR കർവിന്റെ താഴെ നിന്ന് വേണം MC കർവ് ഇന്റർസെക്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നോക്കുക, MC കർവ് എവിടെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് B പോയിന്റിന്റെ മേലെയാണ് MC കർവ് ഉള്ളത്. അപ്പോൾ MC കർവ് താഴെ നിന്ന്, അതായത് A പോയിന്റിന്റെ അവിടെ നിന്ന് MC കർവ് താഴെ നിന്ന് വരുന്നു. അപ്പോൾ ഈ ഒരു B പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇക്വിലിബ്രിയം എന്താണ്, ഫേം എന്താണെന്നും ഇൻഡസ്ട്രി എന്താണെന്നും ഒരു ഇക്വിലിബ്രിയത്തെ, അതായത് ഒരു ഇക്വിലിബ്രിയം ഓഫ് ഫേമും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഓഫ് ഇൻഡസ്ട്രി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. അത് 3 രീതിയിലോട്ടാണുള്ളത്. മാർക്കറ്റ് പീരീഡും ഷോർട്ട് പീരീഡും അതുപോലെ തന്നെ ലോങ് പീരീഡും. അതിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് പീരീഡ് ആണ്. ഈ മാർക്കറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ഡേ അല്ലെങ്കിൽ 1 or 2 ഡേ ഇതുവരെ അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ 2 ഗുഡ്സിനെ പറ്റിയാണ് പറയുന്നത്, പെരിഷബിൾ ഗുഡ്സും അതുപോലെ തന്നെ ഡ്യൂറബിൾ ഗുഡ്സും. അതിൽ നമ്മൾ പെരിഷബിൾ ഗുഡ്സിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് പെർഫെക്റ്റ് ഇൻലാസ്റ്റിക് സപ്ലൈ ആണ്. അതുപോലെ തന്നെ ഈ പെരിഷബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോണ ഗുഡ്സ്, കേട് വരുന്ന ഗുഡ്സ്, അതൊക്കെയാണ്. എക്സാമ്പിൾസ് പറയുമ്പോൾ ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ മാക്സിമം 2 ഡേയ്സ് വരെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് നിൽക്കുള്ളൂ. ആഫ്റ്റർ 2 ഡേയ്സ് അത് കേട് വന്നു പോകും. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എന്ത് ചെയ്യും, ഇവരിത് വിൽക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ സപ്ലൈ ഫിക്സഡ് ആയിരിക്കും. 2 ദിവസം കൊണ്ട് സാധനം കേട് വരും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യില്ല, സപ്ലൈ ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ സപ്ലൈ കർവ് ലൈന് വരുന്നത് വെർട്ടിക്കൽ ഷേപ്പിലായിരിക്കും. പിന്നെ പറയുന്നത് ഈ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും
പ്രൈസിലൊക്കെ ചേഞ്ച് വരിക. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നു. അതിൽ നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം എങ്ങനെയാണ് കണ്ടെത്തുക, ഡിമാൻഡും ഷെഡ്യൂളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡോട്ടഡ് ലൈൻ അല്ലാതെ സാധാ അവിടെ ഒരു MS എന്ന സ്ട്രൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഉണ്ടാകും, അതാണ് സപ്ലൈ. സപ്ലൈ എന്ന് പറയുന്നത് ഇവിടെ ഫിക്സ്ഡ് ആണ്, അതുകൊണ്ട് ഒരിക്കലും അതിൽ ചേഞ്ച് ഉണ്ടാവില്ല, അതായത് ക്വാണ്ടിറ്റിയിൽ ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല. സപ്ലൈ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഈ ഡോട്ട് ലൈൻ അല്ലാതെ മറ്റൊരു ലൈന് ഓപ്പോസിറ്റ് ഒരു ക്രോസ് ലൈൻ വെച്ചിട്ടുണ്ടാവും, അതാണ് ഡിമാൻഡ് കർവ്. അപ്പോൾ ഈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഏത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എത്രത്തോളം പ്രൊഡ്യൂസ് വിറ്റു അതിൻ്റെ പ്രൈസാണ്, അതിനെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസാണ് EP ഇത് കണ്ടെത്തി. അതുപോലെ തന്നെ EQവും കണ്ടെത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഡിമാൻഡ് മാറണതിനനുസരിച്ചിട്ടാണ് നമുക്കിവിടെ പ്രൈസിൽ ചേഞ്ച് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ഡിമാൻഡ് കൂടി. ഈ ഡിമാൻഡ് കൂടിയപ്പോൾ നമ്മൾ D1 എന്ന് പറഞ്ഞൊരു ഡോട്ടഡ് കർവ് ഇട്ടു. അവിടെ നമുക്ക് ഡിമാൻഡ് കൂടി. ഡിമാൻഡ് കൂടുമ്പോൾ നമ്മുടെ പ്രൈസും ചേഞ്ച് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അവിടെ ഈ ഒരു ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് E1 P1 ആണ്. അതുപോലെ തന്നെ അവിടെ ക്വാണ്ടിറ്റി ഒരിക്കലും ചേഞ്ച് വരില്ല, കാരണം സപ്ലൈ ഇവിടെ ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ E1 QN ആയിരിക്കും. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് കുറയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൈസും അവിടെ കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടിയിലോട്ട് ഡോട്ട് ലൈൻ ഇട്ടു. E2 ഈക്വൽ ടു P2, അതുപോലെ തന്നെ E2 ഈക്വൽ ടു Qവും വന്നു. ഇവിടെ ഒരിക്കലും ക്വാണ്ടിറ്റി കുറയൂല, പ്രൈസ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് പെരിഷബിൾ ഗുഡ്സ്. പെരിഷബിൾ ഗുഡ്സിൻ്റെ ഇക്വിലിബ്രിയം കണ്ടെത്തുന്ന ആ ഒരു ഡയഗ്രാം. ഇനി ഡ്യൂറബിൾ ഗുഡ്സിൻ്റെ കീഴിൽ എങ്ങനെ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ പെരിഷബിൾ ഗുഡ്സിനെ പോലെ പെട്ടെന്ന് കേട് വന്ന് പോണ ഒരു ഗുഡ്സ് അല്ല, നമുക്ക് എത്ര വേണേലും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് വിറ്റ് പോകണം എന്നുള്ള ടാർഗറ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 30 രൂപേൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 30 രൂപക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഒരു റിസർവ് പ്രൈസ് ഉണ്ടാക്കും. അതായത് 20 അല്ലെങ്കിൽ 20ൻ്റെ മേലക്ക് ആ ഒരു റിസർവ് പ്രൈസ് ഉണ്ടാക്കും. അതായത് ഇവിടെ റിസർവ് പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. ഈ 20 റുപ്പീസിനോ അല്ലെങ്കിൽ എബോ 20 റുപ്പീസിനോ വാങ്ങാൻ ആളുകൾ വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വില്ലിങ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ആരും 70 രൂപക്ക് മേലക്ക് വിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ സപ്ലൈൻ്റെ കർവ് ഇങ്ങനെ വരുന്നത്. അതായത് സപ്ലൈ അവിടെ ഒരു കർവ് ലൈനിൽ പോകുന്നുണ്ട്. അതായത് അവിടെ റിസർവ് പ്രൈസിനേക്കാൾ 20 രൂപ ആയതുകൊണ്ട് തന്നെ ആരും വെല്ലിങ് ആവണില്ല, വാങ്ങാൻ വില്ലിങ് ആവാത്തത് കൊണ്ടാണ് അവിടെ ആ ഒരു സപ്ലൈൻ്റെ അങ്ങനെ കാണിക്കുന്നത്. പിന്നെ ആളുകൾ 20 റുപ്പീസ് എബോ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ തുടങ്ങിയപ്പോൾ ആ ഒരു സപ്ലൈ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാറി. അതായത് നേരത്തെ നമ്മൾ പെരിഷബിൾ ഗുഡ്സിൽ സപ്ലൈ ഫിക്സ്ഡ് ആയപ്പോൾ വെർട്ടിക്കലായിട്ട് കാണിച്ചു. ഇവിടെ 20 റുപ്പീസിന് എബോ വാങ്ങിയപ്പോൾ ഇവിടെ സപ്ലൈ എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ട് കാണിച്ചു. അപ്പോൾ ഇതാണ് സപ്ലൈ ലൈന്. ഇനി നമ്മൾ ഡിമാൻഡ് കൊടുക്കുന്നു. അപ്പോൾ EPയും EMഉം കിട്ടി, അതായത് EQ കിട്ടി. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൈസ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ D1ഉം അതുപോലെ തന്നെ P1ഉം ആക്കി ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഡിമാൻഡ് കുറയുമ്പോൾ അവിടെ പ്രൈസ് കുറയുമെന്ന് പറഞ്ഞു. നമ്മൾ D2 അതുപോലെ തന്നെ E2 ആക്കിയിട്ടും മാറ്റി. അങ്ങനെ നമുക്ക് അതാണ് ഇവിടെ E1ഉം P1ഉം അതുപോലെ തന്നെ E2ഉം P1ഉം E1ഉം EQയും അതുപോലെ തന്നെ E2ഉം Q2 ഒക്കെ കിട്ടും. അപ്പോൾ ഇതാണ് ഇവളുടെ പ്രൈസ് ഔട്ട് ഡിറ്റർമിനേഷൻ പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മാർക്കറ്റ് പീരീഡ്, അതായത് വെരി ഷോർട്ട് പീരീഡിലുള്ള പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ നമ്മൾ ഷോർട്ട് പീരീഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വെരി ഷോർട്ട് പീരീഡ് ആയിരുന്നു. ഇവിടെ ഷോർട്ട് പീരീഡിൽ നമ്മൾ ഇൻഡസ്ട്രീൻ്റെയും അതുപോലെ തന്നെ ഫേമിൻ്റെ കേസാണ് പറയുന്നത്. അതിൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിരുന്നു അവിടെ ഇക്വിലിബ്രിയം എങ്ങനെ കണ്ടെത്തുക, അതായത് ഡിമാൻഡും അതുപോലെ തന്നെ സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതാണ് ഇൻഡസ്ട്രിയിലെ കേസിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടെത്തുന്നത്. പക്ഷേ ഫേമിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം എന്ന് കണ്ടെത്തുന്നത് പറയുന്നത്, അതായത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂമായി ഈക്വൽ ആവണം. അത് മാത്രവുമല്ല, ഈ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂവിന്റെ ബിലോ കൂടെയാണ് അടിയിലൂടെയാണ് ഇന്റർസെക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ആവറേജ് റവന്യൂ ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണു, ഈ ഷോർട്ട് ടേം മാർജിനൽ കോസ്റ്റ്
ആവറേജ് റവന്യൂവിൻ്റെ അടിയിലൂടെ ബിലോയിലൂടെയാണ് ആ ഒരു ലൈൻ കർവ് വരുന്നത്. അവിടെ നമ്മളെങ്ങനെ SMC അതായത് ഷോർട്ട് ടേം മാർജിനൽ കോസ്റ്റ് എന്ന് അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുത്തെ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടെത്തി. അതായത് EPEM അതാണ് ഇക്വിലിബ്രിയം പോയിന്റും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്ന പോയിന്റ്. ഇനി നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഇവിടെ 3 രീതിയിലോട്ട് ഈ ഒരു ഫേമിൽ നമുക്ക് എന്താണ് 3 രീതിയിലോട്ട് പ്രോഫിറ്റ് ആണ് കാണാൻ പറ്റുക. അതിൽ ഒന്നാമതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഫേമിൽ നമ്മൾ സൂപ്പർ നോർമൽ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിനേക്കാൾ കൂടുതൽ കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ എന്താവുള്ളൂ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, SMC കണ്ടെത്തി, അതുപോലെ തന്നെ അതായത് അതിൽ ഇക്വിലിബ്രിയം പോയിന്റും കണ്ടെത്തി. ഇനി നമുക്ക് SAC അതായത് ആവറേജ് കോസ്റ്റ് നമുക്ക് എത്രയാണെന്ന് കണ്ടെത്തണം. അതിന് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലൊരു കർവ് അവിടെ വെച്ചിട്ട് SAC അതായത് ആവറേജ് കോസ്റ്റ് കിട്ടും. അതിൽ ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടേം അല്ല, അത് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വരച്ചാൽ മതി. അപ്പം നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയത് SMCയും SACയും അതുപോലെ തന്നെ AR ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതായത് ARൻ്റെ ആ ഒരു പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ നമുക്ക് കാണണം. അപ്പോൾ AR ഏത് ലൈനിലാണ് വരുന്നത്, ഈ ഇക്വിലിബ്രിയം കണ്ടെത്തിയ ആ ഒരു ലൈനാണ്. അപ്പോൾ AR നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ അടയാളപ്പെടുത്തുന്നു. അതിൽ ARൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് EMOP. അത് നമ്മൾ ജസ്റ്റ് ഒരു ഗ്രേ ഷെയ്ഡിൽ നമ്മൾ എന്ത് ചെയ്തു, അടയാളപ്പെടുത്തി. എന്നിട്ട് ഇനി നമുക്കവിടെ SMC അതായത് SMCൻ്റെ അല്ല, ആവറേജ് കോസ്റ്റ്. ഇപ്പം നമ്മൾ ആവറേജ് റവന്യൂവിൻ്റെ പോയിന്റാണ് കണ്ടെത്തിയത്. ഇനി നമുക്ക് ആവറേജ് കോസ്റ്റിൻ്റെ ആ ഒരു പോയിന്റ് കണ്ടെത്തണം. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്തു, ആവറേജ് കോസ്റ്റ് ഏത് ലൈനിലാണ് വരുന്നത് നോക്കുക. ഓക്കെ, ഇക്വിലിബ്രിയത്തിൻ്റെ ആ ഒരു ലൈനിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു SAC കൂട്ടിമുട്ടണ, അതായത് ആ ഒരു ക്വാണ്ടിറ്റീൻ്റെ ആ ഒരു ലൈനിൽ കൂട്ടിമുട്ടണ ആ ഒരു പോയിന്റാണ് എന്ത്, SAC. അവിടെ നമ്മളൊരു എന്ന് പറഞ്ഞൊരു ഫോം ഇട്ടിട്ട് നേരെ ഒരു വര വരയ്ക്കുക. അവിടെ P എന്നോ T എന്നോ ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുക്കുക. അപ്പോൾ അവിടെ വരുന്നത് NMOT. ഇതാണ് ആവറേജ് കോസ്റ്റ് വരുന്നത്. അത് നമ്മൾ ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലോ എന്തെങ്കിലും ഷെയ്ഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ARൻ്റെ പോയിന്റും കിട്ടി, അതുപോലെ തന്നെ AC-ൻ്റെ പോയിന്റും കിട്ടി. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം അതായത് പ്രോഫിറ്റ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ, ഈ ഒരു ഫേമിൽ ഈ ഒരു ആവറേജ് റവന്യൂവിൽ നിന്ന് ആവറേജ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ആവറേജ് റവന്യൂ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് 30 രൂപയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു വ്യക്തിക്ക് വിൽക്കുന്നു, നമുക്ക് 30 രൂപ കയ്യിൽ കിട്ടുന്നു. അതിൻ്റെ മാനുഫാക്ചറിങ് അതായത് അത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് വന്ന കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 20 റുപ്പീസ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ റവന്യൂവിൽ നിന്ന് മാനുഫാക്ചറിൻ്റെ കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്തു, കുറച്ചു, എന്നിട്ട് ബാക്കി നമുക്ക് 10 രൂപ ഉണ്ട്. അപ്പം അതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ആവറേജ് കോസ്റ്റിൽ നിന്ന് അതായത് ARൻ്റെ നിന്ന് AC കുറച്ചതാണ് ആ ഒരു ലൈന്. നമ്മൾ N എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇട്ടു, അത് നേരെ വരക്കുക, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. അതാണ് എന്ത് ഇവിടുത്തെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. റവന്യൂവിൽ നിന്നും ആവറേജ് കോസ്റ്റ് കുറച്ചതാണ് എന്തെന്ന് പറയുന്നത്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. ഇനി ഷോർട്ട് പീരീഡിൽ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. ഇതിൽ ആ SAC എന്നുള്ള ആ ഒരു കർവ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ARമായിട്ട് ഇക്വിലിബ്രിയമായിട്ട് കൂട്ടിമുട്ടിക്കും. അങ്ങനെ ആവുമ്പോൾ AR ഈക്വൽ ടു AC അതായത് ആവറേജ് കോസ്റ്റ് ആയിട്ട് വരുന്നു. ഇതാണ് എന്ത് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മൂന്നാമത് വരുന്നതാണ് ലോങ് പീരീഡ്. ഇതിൽ നമ്മൾ ഇൻഡസ്ട്രീൻ്റെ കേസ് നമ്മൾ സാധാ പറയുന്ന പോലെ തന്നെ അതിൽ ഇക്വിലിബ്രിയം കണ്ടെത്തുന്നത് നമ്മുടെ ഡിമാൻഡും സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് സാധാ പോലെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഇക്വിലിബ്രിയം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ഈ സെയിം ഷോർട്ടിലും വെരി ഷോർട്ടിലും ഒക്കെ തന്നെ സെയിം ആണ്. പക്ഷേ ഫേമിൻ്റെ കേസ് നമുക്കറിയാം MC ഈക്വൽ ടു MR ആണ്. അതായത് MR കർവിൻ്റെ താഴെ ആയിരിക്കണം എന്ത്, MR കർവിൻ്റെ അടിയിലൂടെ ആയിരിക്കണം എന്ത്, MC കർവ് എന്ത് ചെയ്യേണ്ടത്, കർവ് ചെയ്ത് പോവേണ്ടത്. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം ഒക്കെ കണ്ടെത്തിയതിന് ശേഷം ഇവിടെ ഒരിക്കലും സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഇവിടെ എപ്പോഴും നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ
ആവറേജ് റവന്യൂ ഈക്വൽ ടു ആവറേജ് കോസ്റ്റ്. അതായത് റവന്യൂവിന് തുല്യമായിരിക്കും കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നോർമൽ ലോസും ഉണ്ടാവില്ല. ഇനി ഏതെങ്കിലും ഒരു ഫേം സൂപ്പർ പ്രോഫിറ്റിലോട്ട് കടന്നാൽ അത് ഓട്ടോമാറ്റിക്കലി എന്താകുന്നു, നോർമൽ പ്രോഫിറ്റിലോട്ട് എത്തി നിൽക്കും. ഇനി ബൈ ചാൻസ് നോർമൽ ലോസിലോട്ട് ആവാന്നുണ്ടെങ്കിൽ അത് ബൈ ചാൻസ് നോർമൽ പ്രോഫിറ്റിലോട്ട് തന്നെ എത്തി നിൽക്കും. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ നേരത്തിലെ SMC അതായത് ഷോർട്ട് ടേം മാർജിനൽ കോസ്റ്റ് ആയിരുന്നു. ഇവിടെ ഇല്ല സ്ഥലത്ത് ഫുള്ള് ഇട്ടെടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ നോർമൽ പ്രോഫിറ്റ് ആണ്. അതായത് AR ഈക്വൽ ടു AC എന്ന് പറയുമ്പോൾ നമ്മൾ ആവറേജ് കോസ്റ്റിൻ്റെ കർവ് നമ്മുടെ MR ലൈനിൽ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്താണ്, AR ഈക്വൽ ടു MC എന്നത് വരും. അതാണ് എന്ത്, നോർമൽ പ്രോഫിറ്റിൻ്റെ കേസിൽ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഇൻ കേസ് ചില സമയങ്ങളിൽ എന്താവുന്നു, ഇവിടെ സപ്ലൈ കൂടും, അതായത് സൂപ്പർ നോർമൽ പ്രോഫിറ്റിലോട്ട് വരും. അതിൻ്റെ ഒരു ഡയഗ്രാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് അതെങ്ങനെ, ഒരു ഇൻഡസ്ട്രിയിൽ 10 ഫേം ഉണ്ടാകും. ഈ 10 ഫേം എന്ന് പറയുമ്പോൾ ഫുള്ള് മൊബൈലിൻ്റെ, അതായത് മൊബൈൽ ഇൻഡസ്ട്രി നമ്മളോട് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അതിൽ 10 ഫേം ഉണ്ടാകും. അതിൽ 5 ഫേം എന്തായിരിക്കും, സൂപ്പർ നോർമൽ പ്രോഫിറ്റിലായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, വേറെ 5 ഫേമും കൂടി ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇൻക്ലൂഡ് ആകും. അപ്പോൾ അങ്ങനെ 15 ഫേം ടോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 10 ഫേമുള്ള സമയത്ത് അതിൽ 5 ഫേം സൂപ്പർ നോർമൽ പ്രോഫിറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് 5 ഫേം എക്സ്ട്രാ ഇതിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്, പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൂടും. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഡിമാൻഡ് കുറയാണ്. കാരണം ഡിമാൻഡ് കുറയും ചെയ്യും, അതുപോലെ തന്നെ പ്രൈസും കുറയും. കാരണം കുറേ പ്രൊഡക്റ്റ് വന്നാൽ അതിൻ്റെ പ്രൈസ് സ്വാഭാവികമായിട്ടും കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അവിടെ എന്താകുന്നു, നമുക്ക് ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വന്നിട്ട് അതെങ്ങനെ നോർമൽ പ്രോഫിറ്റിലോട്ട് തിരിച്ചു പോകണു എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ലോങ് പീരീഡിൽ ഫേമിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും, സാധാ ഒരു LMCയും LACയും ഒക്കെ ഉണ്ടാകും. അപ്പോൾ സൂപ്പർ നോർമൽ ആവണമെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഷോർട്ട് പീരീഡിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ ഡയഗ്രാം ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ അത് വെച്ചനെ ഈ ഒരു ലോങ് പീരീഡിൽ എങ്ങനെയാണത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആവാമെന്ന് പഠിക്കാം. ഇനി ആ ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ നോർമൽ പ്രോഫിറ്റിലോട്ട് വരുന്നു എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു 10 ഫേമിലോട്ട് 5 ഫേമും കൂടി എക്സ്ട്രാ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇൻഡസ്ട്രീനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇൻഡസ്ട്രിയിലുള്ള പ്രൈസ് ചേഞ്ച് വരും. അതായത് ഇൻഡസ്ട്രിയിൽ എത്രയാണോ പ്രൈസ് അതാണ് ഫേംസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ 5 ഫേംസ് എക്സ്ട്രാ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയിൽ പ്രൈസിൽ ഡിഫറൻസ് വരുന്നു. അപ്പോൾ സപ്ലൈൻ്റെ എണ്ണം കൂടുകയാണ്. കാരണം 10 ഫേംസിലോടുത്ത് 15 ഫേംസ് ആകുമ്പോൾ അവിടെ സപ്ലൈ ഉൽപ്പാദിപ്പിക്കൽ കൂടും. അപ്പോൾ സപ്ലൈ കൂടുമ്പോൾ സപ്ലൈ എങ്ങോട്ട് മാറുന്നു, റൈറ്റ് ഷിഫ്റ്റിലോട്ട് സപ്ലൈ നീങ്ങും. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ പ്രൈസിനവിടെ വേരിയേഷൻസ് വരുന്നു. അതായത് ഇക്വിലിബ്രിയം പോയിന്റിനും ഡിമാൻഡിനും ഒക്കെ അവിടെ വേരിയേഷൻ വരുന്നുണ്ട്. അങ്ങനെ പ്രൈസ് എന്ത് ചെയ്യുന്നു, അത് കുറയും. സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയുന്നു. അതായത് കുറേ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ, ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ പ്രൊഡക്റ്റ് അവൈലബിൾ ആകുമ്പോൾ ആ പ്രൊഡക്റ്റ് പ്രൈസിൻ്റെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് അവിടെ കുറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അതായത് നമ്മുടെ ആവറേജ് കോസ്റ്റിൻ്റെ സെയിം ലെവലിൽ, അതായത് നമ്മുടെ ആവറേജ് റവന്യൂ ആവറേജ് കോസ്റ്റിൻ്റെ സെയിം ലെവലിൽ തന്നെ എത്തി നിൽക്കും. അതായത് സപ്ലൈൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയണ സമയത്ത് ഈ ഒരു ആവറേജ് റവന്യൂ അവിടെ കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ആദ്യം കൊടുത്തതിൻ്റെ അത്ര പൈസ നമുക്ക് അവിടെ കിട്ടാനില്ല. കാരണം കുറേ ഫേംസ് എക്സ്ട്രാ വന്നത് കാരണം നമ്മുടെ സപ്ലൈ കുറേ എല്ലായിടത്തും സപ്ലൈ വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുമായിട്ടുള്ള ആവശ്യകത ആൾക്കാർക്ക് കുറയാണ്. അപ്പോൾ അവിടെ പ്രൈസ് കുറഞ്ഞാണ് നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആവറേജ് കോസ്റ്റിൻ്റെ സെയിം ലെവലിലെത്തും എന്ത്, ആവറേജ് റവന്യൂ. അങ്ങനെ ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റിലുള്ള ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ പറഞ്ഞ പോലെ നോർമൽ പ്രോഫിറ്റിലോട്ട് സെയിം ഈക്വൽ ആയിട്ട് എത്തും. അപ്പോൾ ഇതാണ് എന്ത്, പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ കണ്ടെത്തുന്നത് നമ്മൾ ഇതിലെ ക്ലാസ് ഈ ഒരു ടോപ്പിക്കോട് കൂടിയിട്ട് ആ ഒരു പോർഷൻ ഫുൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ മോണോപ്പൊളി ആ ഒരു പോർഷനിലോട്ട് കിടക്കാം. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.